ഹലോ വെൽക്കം ഓൾ. നിങ്ങളൊരു PSC എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും IT സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. അതിൽ തന്നെ നമുക്കൊരു 3 മുതൽ 5 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് ഒരു സിമ്പിൾ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതായത് ഫണ്ടമെൻറ്റൽസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് മോഡറേറ്റ് ലെവലിൽ നിന്നുള്ള എക്സ്പെക്ട് ചെയ്യാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോയിട്ട് കോംപ്ലിക്കേറ്റഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള 3 കാറ്റഗറീസിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്ക് പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ഇന്ന് നമ്മൾ പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, IT സെക്ഷൻ. അപ്പോൾ ഈ ഒരു ക്ലാസ്സസിൽ ഞാൻ ഇനി എടുക്കുന്ന ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്. ഞാൻ അതിലൂടെ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ദിസ് ഈസ് രേഷ്മ പ്രസൂൺ. വെൽക്കം ടു ഇന്ത്യൻ അക്കാഡമി. ഇനി ഗൈഡ് അല്ല, ഗൈഡൻസ് ആണ് വേണ്ടത്. നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കാൻ തുടങ്ങുമ്പോഴും ആ സബ്ജക്റ്റിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ നമ്മളിവിടെ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ PSC എക്സാമിൽ അതിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, അതായത് നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് IT എന്നുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ IT സെക്ഷനിൽ അതിലെ സിലബസ്, എന്തിനാണ് നമ്മൾ സിലബസ് അറിയുന്നത്? ഓരോരോ ടോപ്പിക്കുകളും എന്തോരം ഡെപ്തിൽ നമ്മൾ പഠിക്കണം, അതുപോലെ തന്നെ ഓരോരോ ടോപ്പിക്കുകൾ തമ്മിലുള്ള കണക്ഷൻ എന്താണ്, മൊത്തത്തിൽ നമ്മൾ എന്ത് കാര്യമാണ് പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക സിലബസ് വെച്ചുകൊണ്ടുള്ള പഠനമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ITയിലെ സിലബസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ സിലബസ് ഇവിടെ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ 5 ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ 5 യൂണിറ്റാണ് മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഹാർഡ്വെയർ, സെക്കൻഡ് വൺ സോഫ്റ്റ്വെയർ, പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ദെൻ ഇൻ്റർനെറ്റ്, ദെൻ സൈബർ റോങ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് തമ്മിൽ നമുക്കൊരു കണക്ഷൻ കൊടുത്തു നോക്കാം. ഫസ്റ്റ് ടോപ്പിക്ക്, സെക്കൻഡ് ടോപ്പിക്ക്, ഇത് വളരെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക്കാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടെങ്കിലാണ് നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോഴാണ് നമുക്കൊരു കമ്പ്യൂട്ടർ കിട്ടുന്നത്. ദെൻ കമ്പ്യൂട്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി എന്താ സംഭവിക്കുക? സാധാരണക്കാരനായ ഒരാളാണെങ്കിൽ ഫസ്റ്റ് പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ കോഡിങ്ങോ ഒന്നിലും പോവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. അതേ ലോജിക്ക് മാത്രം ഇവിടെ ചിന്തിച്ചാൽ മതി നിങ്ങളും. ഇപ്പോൾ ഞാനൊരു സിസ്റ്റം ഇതുപോലെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്ത് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ ഒരാളിരിക്കുന്നു, അയാളുടെ കയ്യിൽ ഇതുപോലെ ഒരു സിസ്റ്റം ഉണ്ട്. നെക്സ്റ്റ് എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് എന്ത് വേണം? ഒരു നെറ്റ്വർക്ക് വേണം, അല്ലേ? ഒരു കണക്ഷൻ വേ വേണം. അപ്പോൾ ഒരു നെറ്റ്വർക്ക് വഴി നമ്മൾ ആ ഒരു സിസ്റ്റം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അടുത്ത ടോപ്പിക്ക് കണക്ട് ചെയ്തു, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതിനുശേഷം എനിക്ക് ഈ ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് എന്നുള്ളത് കൂടുതൽ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യണം. അതായത് പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു നെറ്റ്വർക്ക് വീണ്ടും വലുതാവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ആരെ ഹെൽപ്പ് മേടിക്കാവുന്നതാണ്? ഇൻ്റർനെറ്റ് എന്നുള്ള ആ ഒരു ടെക്നോളജിയെ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം എന്ത് വന്നു? ഈ ഒരു ഇൻ്റർനെറ്റ് വരുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് നല്ല വശങ്ങളുണ്ടായിരിക്കും, ചീത്ത വശങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ മൊബൈൽ കൺസിഡർ ചെയ്യണമെങ്കിൽ മൊബൈലിന് നല്ല വശങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ചീത്ത വശങ്ങൾ, അതിനകത്ത് വരുന്ന എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാം, അതിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? സൈബർ റോങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിലബസിനകത്ത് പഠിക്കാൻ. നമ്മളൊരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്ന് വെച്ചുകൊണ്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു. ആ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുന്നു. ആ നെറ്റ്വർക്ക് ഒന്നും കൂടി വൈഡാക്കി മാറ്റുന്നു. എന്ത് വഴി? ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു സർവീസിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം അതിനകത്ത് വരുന്ന സൈബർ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അതിൽ വരുന്ന ക്രൈംസ്, സൈബർ റോങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു സിലബസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ഇതിലെ ഫസ്റ്റ് യൂണിറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഹാർഡ്വെയറിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. എന്താണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഹാർഡ്വെയർ ഡിവൈസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇൻപുട്ട് ഡിവൈസസ് വരുന്നുണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് വരുന്നുണ്ട്, മെമ്മറി ഡിവൈസസ് വരുന്നുണ്ട്. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് എക്സാമ്പിൾ, അതിലെ വർക്കിംഗ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചിട്ട് നമുക്ക് അറിയേണ്ടത്. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസസ് പോലെ തന്നെ എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്നുള്ള ടോപ്പിക്കിൽ കവർ ചെയ്യും. അതിനുശേഷം മെമ്മറി ഡിവൈസസ്, അതുപോലെ തന്നെ എന്താണ് മെമ്മറി ഡിവൈസസ്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, വർക്കിംഗ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെമ്മറി ഡിവൈസസ് എന്നുള്ള ടോപ്പിക്കിൽ കവർ ചെയ്യും. അത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർ എന്നുള്ളൊരു ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ യൂണിറ്റാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ നമ്മൾ ഹാർഡ്വെയറിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് ഫസ്റ്റ് നമ്മൾ വരുന്നത് ക്ലാസിഫിക്കേഷൻ.
സോഫ്റ്റ്വെയർസിനെ രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും. അപ്പോൾ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിത്ത് എക്സാമ്പിൾസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടുള്ള എക്സാമ്പിൾസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഫംഗ്ഷൻസും, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്ക് ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് അറിയണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യണം. അതിനുശേഷം പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ നമുക്കറിയാം സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ, വേർഡ്, എക്സൽ, അങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിൻ്റെ ജസ്റ്റ് അറിയേണ്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസിനകത്ത് പഠിക്കാനുള്ളത്. അതിനുശേഷം ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബേസിക്കലി നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇൻപുട്ട് ചെയ്യുക അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അതിൽ സ്റ്റോറേജിൻ്റെ റോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിങ്ങിൽ. ഒരുപാട് കോഡിങ്ങിലേക്കൊന്നും പോകുന്നില്ല, ഇതിനകത്ത് എന്തൊക്കെയാണ് ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ ഈ നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള ടോപ്പിക്കിനകത്താവട്ടെ, അല്ലെങ്കിൽ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ്, അതിനകത്ത് സ്പ്രെഡ്ഷീറ്റ് വരുന്നുണ്ട്, പ്രസൻറ്റേഷൻ വരുന്നുണ്ട്, വേർഡ് വരുന്നുണ്ട്, എക്സൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വേണം, ഇത്രയാണ് നമുക്ക് സോഫ്റ്റ്വെയർ എന്നുള്ള യൂണിറ്റിൽ കവർ ചെയ്യാനുള്ളത്. അതിനുശേഷം വരുന്നതാണ് തേർഡ് യൂണിറ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതിനുശേഷം ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, പലതരത്തിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ട്. വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ വാൻ, ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഓവർവ്യൂ, എന്താണ് ആ ഓരോരോ കാര്യങ്ങളും എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ വരുന്നത് എന്തൊക്കെയാണ്, നെറ്റ്വർക്ക് ഡിവൈസ്. ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പല ഡിവൈസസിൻ്റെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. അതായത് സ്വിച്ച് എന്താണ്, ഹബ് എന്താണ്, റൗട്ടർ എന്താണ്, അങ്ങനെയുള്ള കുറേ കുഞ്ഞു ഡിവൈസസ് ഉണ്ട്. ഓരോന്നിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് കവർ ചെയ്യണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വണ് ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിനകത്തൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡിവൈസസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ്, ഫോർത്ത് യൂണിറ്റ് ഇൻ്റർനെറ്റ്. നമ്മൾ ഈ നെറ്റ്വർക്കിനെ കുറച്ചും കൂടി അങ്ങ് വിപുലീകരിച്ചിരിക്കുകയാണ് ഇൻ്റർനെറ്റ് എന്നുള്ള ടോപ്പിക് വഴി. ഇൻ്റർനെറ്റിൽ എന്തൊക്കെയാണ് സർവീസസ് വരുന്നത്, അതായത് ബ്രൗസർ എന്താണ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്താണ്, വെബ് ഡിസൈനിങ് എങ്ങനെയാണ്, നമ്മൾ വെബ് ഡിസൈനിങ്ങിലൊക്കെ HTML പോലെയുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ, ഇത്രയാണ് ഇൻ്റർനെറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കിൽ, അതായത് ലാസ്റ്റ് യൂണിറ്റിലോട്ട് വരികയാണ് സൈബർ റോങ്സ്. സൈബർ കുറ്റകൃത്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് ലോസ് ഒക്കെ ഉണ്ട്, ആക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സൈബർ റോങ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ IT ആക്റ്റിൽ വരുന്ന കാര്യങ്ങൾ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സൈബർ റോങ്സിനകത്ത് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു IT സിലബസിനകത്ത് പഠിക്കാൻ പോകുന്നത്. സോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് IT സിലബസ് എന്താണ്, അതിനെക്കുറിച്ചുള്ള ഓവർവ്യൂ എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കമ്മിങ് ക്ലാസ്സസിൽ, അതായത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഹാർഡ്വെയർ എന്നുള്ള യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.